ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പലപ്പോഴും പല പ്രാസംഗികരും അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരാൾ പരിശുദ്ധ കഅബയിലേക്ക് നോക്കി ഇരിക്കൽ ഇബാദത്താണ്, അതുപോലെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ ഇബാദത്താണ്, മുസ്ഹഫിലേക്ക് നോക്കിയിരിക്കൽ ഇബാദത്താണ് എന്നിങ്ങനെയൊക്കെ പ്രസംഗിക്കാറുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമായിട്ടാണ് ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കാറുള്ളത്. എന്നാൽ ലോകത്ത് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള പല മഹത്തുക്കളും ഇത്തരം ഹദീസുകളെ സംബന്ധിച്ച്, ഇത്തരം പ്രസ്താവനകളെ സംബന്ധിച്ച് അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കളവ് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള വചനങ്ങളാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങേറ്റം ദുർബലമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വചനം മാത്രമല്ല, പല വചനങ്ങളുമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അന്നളുറു ഇലാ അലി ഇബ്നു അബീ ത്വാലിബ് ഇബാദ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അങ്ങനെ ഒരു വചനമുണ്ട്. അത് മൗലു ആണ് എന്ന് ഇമാം ഇബ്നുൽ ജൗസി തൻ്റെ അൽ മൗലുആത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നളറത്തുൻ ഫി വജ്ഹി ആലിമിൻ, ഒരു ഇൽമുള്ള പണ്ഡിതനായിട്ടുള്ള ആളുടെ മുഖത്തേക്ക് നോക്കൽ അഹബ്ബു ഇലല്ലാഹി മിൻ ഇബാദത്തി സനതൈൻ, 2 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാകുന്നു ആലിമിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ. എങ്ങനെ? സനത സിയാമൻ വ ഖിയാമൻ, അതായത് നോമ്പും രാത്രി നമസ്കാരവും അങ്ങനെയൊക്കെ ഉള്ള 2 വർഷം ഇബാദത്തിനേക്കാൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണത് എന്ത്? ഒരു പണ്ഡിതൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹദീസുകളുണ്ട്. ഇത് മാത്രമല്ല, പലതരം വചനങ്ങളും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഖംസും മിനൽ ഇബാദ, ദൈലമിയുടെ ഫിർദൗസിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 5 കാര്യങ്ങൾ ഇബാദത്തിൽപ്പെട്ടതാണ്. കില്ലത്തു തആമി വൽ ഖുഊദു ഫിൽ മസാജിദി വന്നളുറു ഇലൽ കഅബത്തി വന്നളുറു ഫിൽ മുസ്ഹഫി വന്നളുറു ഇലാ വജ്ഹിൽ ആലിം. അതായത് അല്പം ഭക്ഷണം, അതുപോലെ തന്നെ പള്ളികളിൽ ഇരിക്കുക, അവിടെ ഇങ്ങനെ ചടഞ്ഞിരിക്കുക, അതുപോലെ കഅബയിലേക്ക് നോക്കൽ, അതുപോലെ മുസ്ഹഫിലേക്ക് നോക്കൽ, അതുപോലെ ആലിമിൻ്റെ പണ്ഡിതൻ്റെ മുഖത്ത് നോക്കൽ. ഇങ്ങനെയൊക്കെയുള്ള വചനമുണ്ട്. അതൊക്കെ എന്താണ്? വഹു ഹദീസുൻ ലഈഫുൻ ജിദ്ദൻ, അങ്ങേയറ്റം ദുർബലമായ വചനമാകുന്നു എന്നുള്ളതാണ്. അത് ലഈഫുൽ ജാമി സഗീർ എന്ന് പറയുന്ന കിതാബിൽ 2855 നമ്പറായിട്ട് കാണാം. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണെന്ത്? 3 കാര്യങ്ങൾ ഇബാദത്താണ് എന്ന് പറയുന്നത്. അത് ഒന്ന്, അന്നളുർ ഫി വജ്ഹിൽ അബവൈൻ, മാതാപിതാക്കളിൽ ഒരാളുടെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കൽ, വഫിൽ മുസ്ഹഫി, മുസ്ഹഫിലേക്ക് നോക്കൽ, വഫിൽ ബഹർ, കടലിലേക്ക് നോക്കൽ, ഇതൊക്കെ ഇബാദത്താണെന്ന. വഫി റിവായത്തിൻ അന്നളുറു ഇലൽ കഅബത്തി ഇബാദത്തുൻ, കഅബയിലേക്ക് നോക്കൽ ഇബാദത്താണ് എന്നൊക്കെയുള്ള. അതുപോലെ വന്നളുർ ഫി കിതാബില്ലാഹി ഇബാദത്തുൻ, അള്ളാഹിൻ്റെ ഗ്രന്ഥത്തിലേക്ക് നോക്കിയിരിക്കൽ ഇബാദത്ത് എന്ന്. ഇതൊന്നും അള്ളാഹിൻ്റെ റസൂലിൻ്റെ വചനങ്ങളല്ല. ഇതൊക്കെ എന്താണ്? റസൂലിൻ്റെ മേൽ കളവ് കെട്ടി ഉണ്ടാക്കി പറയുന്ന നുണകളാണ്. ഇതിന് മൗലൂ എന്ന് പറയും. ഹദീസുൻ മൗലൂ, അഥവാ റസൂലുള്ളാഹിൻ്റെ മേൽ കളവ് കെട്ടി ഉണ്ടാക്കി പറയുന്ന വചനങ്ങൾ എന്നാണ് അതിനർത്ഥം. അപ്പോൾ അന്നളുറു ഇലൽ കഅബത്തി ഇബാദത്തുൻ, കഅബയിലേക്ക് നോക്കൽ ഇബാദത്താണ് എന്നൊക്കെ പറയുന്ന വചനം, അതിനെ സംബന്ധിച്ചൊക്കെ കശ്ഫുൽ ഖഫാ എന്ന് പറയുന്ന കിതാബ്, ആ കിതാബിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു വഹു ഹദീസുൻ ലഈഫുൻ, അത് ദുർബലമായിട്ടുള്ള വചനമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ 975 ഹിജറ 975 വഫാത്തായിട്ടുള്ള അലാഉദ്ദീൻ അലി ബിൻ ഹിസാം എന്ന് പറയുന്ന പണ്ഡിതൻ്റെ കൻസുൽ ഉമ്മാൽ ഫി സുനനിൽ അഖ്വാലി വൽ അഫ്ആൽ എന്ന് പറയുന്ന കിതാബിൽ അന്നളുർ ഫി സലാസത്തി അഷ്യാ ഇബാദത്തുൻ എന്ന് പറയുന്ന വചനമുണ്ടല്ലോ, അതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ടത് ദുർബലമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച കശ്ഫുൽ ഖഫാ, അത് ഹിജ്റ 1162 വഫാത്തായിട്ടുള്ള അബുൽ ഫിദ ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിലാണ്.
അവ ഇങ്ങനെയുള്ള നിരവധി വചനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കളവ് കെട്ടി ഉണ്ടാക്കുകയും അതുപോലെ ദുർബലമായതും ഉണ്ട്. അത് ഗൗരവമായി സൂക്ഷിക്കണം. റസൂലുള്ളാഹിൻ്റെ വചനമാണ് എന്ന് വിചാരിച്ചുകൊണ്ടവ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കുറ്റകരമായ കാര്യമാണ്. കാരണം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും മനഃപൂർവ്വം എൻ്റെ മേൽ കളവ് കെട്ടിയുണ്ടാക്കിയാൽ അവൻ നരകത്തിൽ നിന്ന് അവൻ്റെ സ്ഥാനം ഉറപ്പിക്കട്ടെ എന്നാണ്. അതായത് റസൂലുള്ളാഹിൻ്റെ മേൽ കളവ് കെട്ടി വചനങ്ങൾ ഉണ്ടാക്കുന്നവന് നരകത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ സൂക്ഷിക്കുക, അത്തരം വചനങ്ങൾ പ്രചരിപ്പിക്കുന്നത് വമ്പിച്ച കുറ്റമാണ്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഓരോ വചനവും റസൂലുള്ളാഹിൻ്റെ വചനമാണോ എന്ന് നല്ലവണ്ണം ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് സ്ഥിരപ്പെട്ട റസൂലുള്ളാഹിൻ്റെ സ്ഥിരപ്പെട്ട വചനമാണെന്ന് ഉറപ്പായ ശേഷം മാത്രമേ നമ്മൾ അത് സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും പാടൂ എന്ന് അറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.